Dubai International Holy Quran Award Committee Vice Chairman, UAE Cultural and Scientific Director, Imarat University മുൻ വൈസ് ചാൻസലർ, ആഗോള പ്രശസ്തനായ പണ്ഡിത പ്രതിഭ, മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ സയ്യിദ് അബ്ദുള്ള ഹാരിബ് ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. സാദരം അധ്യക്ഷന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അൽ കൗകബുൻ നയ്യർ വന്നജ്മുൽ ലാമിർ ഫി സമാഇൽ ഇൽമി വൽ ഹികമി വൽ ഖിദ്മ عالم هام من أرض العمارات العربية المتحدة التي فتحت صدرها للموظفين الهنديين، والذي قدم أنفسه ونفيسه للفرقان العظيم، نائب الرئيس لمجلس الجائزة للقرآن الشريف بدبي الدولي، ونائب مدير جامعة العمارات سابقة، فضيلة الدكتور سعيد عبد الله حارب يلقي خطبته الافتتاحية. فمرحبا مصحوبا بباقة البرود للشيخ الفاضل إلى المنصة. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أيها الإخوة الكرام، أحييكم بتحية الإسلام، فالسلام عليكم ورحمة الله وبركاته. وبادئ ذي بدء أتقدم بالشكر والتقدير للجامعة النورية العربية على أن شرفتني أن أكون بينكم ضيفا في هذا الاحتفال الكبير. قد يطول الحديث، فإذا هو يترجم فقرة أحسن. മഹത്തായ ഈ പരിപാടിയുടെ ഗസന നിലയിൽ ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അല്ലാഹു ഖൈർ നൽകുമാറാവും. ويسرني في البدء أن أتقدم بالشكر والتقدير لفضيلة السيد حيدر علي شهاب رئيس الجامعة، وإلى فضيلة السيد صادق علي شهاب أمين عام الجامعة، وإلى فضيلة الشيخ شيخنا المبارك الشيخ علي كوتي مسلياتي شيخ الجامعة على حسن استقبالهم وترحيبهم. എനിക്ക് വളരെയധികം സന്തോഷം. മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷനായ കേരള മുസ്ലിംകളുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ
ഈ പ്രസ്ഥാനത്തിന്റെ സംഘത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം അഭിസംബോധന ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരൻ ആലിക്കുട്ടി മുസ്ലിയാർ. أيها الإخوة الكرام، كنت أتمنى أن أتحدث إليكم باللغة المليبارية، لغة المالايلم، ولكنني لم أتعلم هذه اللغة. أخبرت الشيخ زميلي الأخ حسن كوتي، نحن زملاء منذ 20 سنة في دبي، جاء إلى دبي وقد تعلم هو العربية لكنه لم يعلمني اللغة المليبارية. മലയാള ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ മലയാള ഭാഷ പഠിക്കാൻ എനിക്ക് സാധ്യമായില്ല. എന്റെ കൂടെയുള്ള എന്റെ സഹോദരൻ ഹസൻ കുട്ടി ഞങ്ങളുടെ നാട്ടിൽ വന്ന് അറബി ഭാഷ പഠിച്ചു. പക്ഷേ എനിക്ക് അതിന് സാധ്യമായില്ല. അതുകൊണ്ട് ഞാൻ അറബി ഭാഷയിൽ എന്റെ പ്രസംഗം തുടരും. അല്ലതാണ് نكمل الحديث أيها الإخوة الكرام. أقول كنت أتمنى أن أتحدث بهذه اللغة، ولكنني سأتحدث بلغة المسلمين ولا أقول لغة العرب. أعني بذلك لغة القرآن التي نتشرف جميعا بأن ننتسب إلى هذا الدين العظيم. فالإسلام لم يأتي للعرب وحدهم، وإن كان قد نزل في جزيرة العرب، وإن كان القرآن قد جاء بلسان العرب، ولكن الإسلام جاء لكل البشر رحمة للعالمين، وما أرسلناك إلا رحمة للعالمين. هكذا يقول لنا سبحانه وتعالى مخاطبا النبي صلى الله عليه وسلم بأنه رسول للبشرية كلها وليس للعرب وحدهم أو لغير العرب وحدهم. അറബി ഭാഷ അതിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ലോക മുസ്ലിങ്ങളുടെ ഭാഷയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഭാഷയാണ്. അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഈ ഭാഷയിൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, എല്ലാ ആളുകൾക്കും നേർമാർഗം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തആല തെരഞ്ഞെടുത്ത പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ നിശ്ചയിച്ച ഭാഷയാണ്. ജസീറത്തുൽ അറബ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇതിറങ്ങിയതെങ്കിലും അത് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കും
എല്ലാവർക്കും വളരെ പ്രാധാന്യപ്പെട്ട ഭാഷ. അതിലാണ് ഞാൻ നിങ്ങളോട് സംബോധന ചെയ്യുന്നത്. لقد جاء الأخوة الكرام ضيوف هذا المؤتمر الكبير، جاءوا من تركيا ومن أندونيسيا ومن مصر ومن أمريكا ومن الإمارات، جاءوا لسبب وحيد فقط، وهو أن الذي يجمع بيننا ويربطنا جميعا هو رابطة الأخوة في الله، إنما المؤمنون إخوة، فنحن لا فرق بيننا بين عربي ولا أعجمي، لا فضل لأعربي على أعجمي إلا بالتقوى، ولذلك فالرابطة التي تجمعنا هي أقوى رابطة في هذه الحياة، وهي رابطة الأخوة في الله سبحانه وتعالى. ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി തുർക്കിയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നെത്തിയിട്ടുണ്ട്. ഇത് നാം തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി, ബന്ധം സുദൃഢമാക്കുന്നതിനു വേണ്ടി ആണ്. ഈ ഒത്തുചേരൽ, മഹത്തായ ഈ സമ്മേളനം, ഈ സമ്മേളനത്തിന്റെ പവിത്രത കണക്കിലെടുത്തുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. ഇത് നാം തമ്മിലുള്ള സാഹോദര്യ ബന്ധം സ്ഥാപിതമാക്കാൻ, ദൃഢമാക്കാൻ സഹായകമാകും. وكما أن الله سبحانه وتعالى أمرنا بهذه الأخوة بيننا وبهذه الرابطة بيننا، أي الرابطة الإسلامية، فكذلك أمرنا بالترابط مع غيرنا من البشر، سواء كانوا من أعراقنا أو من ديننا أو من غير ديننا، لأن الإنسان خلق على هذه الدنيا وقد كرمه الله سبحانه وتعالى، ولقد كرمنا بني آدم، فاللفظ هنا بني آدم يشمل كل البشرية، فكل إنسان مكرم ما لم يرتكب خطأ يحاسب عليه. മനുഷ്യവർഗത്തെ മുഴുവനും നാം ആദരിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ജനങ്ങളും, അവർക്കിടയിൽ എല്ലാം സഹോദര്യ ബന്ധമുണ്ടാക്കാൻ വേണ്ടി, അവർ ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും എല്ലാവരോടും സ്നേഹം കാണിക്കാൻ, ബഹുമാനം കാണിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുള്ളൂ. ولذلك أنتم هنا في هذه البلاد الكبيرة المترامية الأطراف، والتي تتعدد فيها الأديان وتتعدد فيها اللغات والثقافات، تمثلون نموذجا للتعاون الإنساني. فالهند مع كثرة أديانها وسكانها إلا أنها تقدم نموذجا للبشر بأن الناس يمكن أن يتعايشوا مع بعضهم البعض. ഇവിടെയുള്ള ജനങ്ങൾ ധാരാളമാണ്. ഒരുപാട് ഭാഷകളുണ്ട്, ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട, മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്കെല്ലാവരുടെയിലും സ്നേഹമുണ്ടാക്കാൻ, സാഹോദര്യമുണ്ടാക്കാൻ നാം ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായി സകല ആളുകളെയും ആദരിക്കാനും, അതേത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും എല്ലാവരെയും ആദരിക്കാനും ബഹുമാനിക്കാനും ഇത് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു. وهذا هو لب الإسلام ومن الإسلام. فالنبي صلى الله عليه وسلم عندما جاء إلى المدينة آخى بين المهاجرين والأنصار، وعقد اتفاق مع غير المسلمين في المدينة وهم اليهود، فقد كانوا مواطنين في تلك المدينة ومن حقهم أن يعيشوا ما داموا ملتزمين بالنظام وبالقانون دون أن يرتكبوا أخطاء. ولذلك كانت هذه الوثيقة النبوية التي تعتبر أهم وأول وثيقة عند البشر تجمعهم في نظام متعاقد. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാ മതക്കാർ, പ്രത്യേകിച്ച് ജൂതന്മാരായ ആളുകൾ, അവരുടെയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നിലയിൽ ജീവിക്കാൻ കൽപ്പിച്ചു. പരസ്പരം മുസ്ലിംകൾക്കിടയിൽ അവിടെ വന്നെത്തിയവരും ആ നാട്ടുകാരുടെയിലും സൗഹൃദ ബന്ധമുണ്ടാക്കാനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. സാഹോദര്യത്തിന്റെയും അതുപോലെ പരസ്പരം ആദരവിന്റെയും സൂചനയാണ് ഇത് തെളിയിക്കുന്നത്. ومن الجميل جدا أن هذه الوثيقة وغيرها من الوثائق جمعها عالم جليل من هذه البلاد، هو محمد حميد الله رحمة الله عليه، الشيخ محمد حميد الله رحمة الله عليه، جمعها في كتاب الوثائق
السياسية للعهد النبوي والخلافة الراشدة، وهذا يدل على أن الذي يخدم الإسلام يمكن أن يخدمه بأي لغة ومن أي جنسية ومن أي مكان. ഈ സാഹോദര്യബന്ധം നമുക്ക് പഠിപ്പിച്ചു തന്നത് അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു മഹാൻ, മുഹമ്മദ് ഹമീദുള്ള, അദ്ദേഹമാണ് ഈ വസീഖ, ഈ കരട് നമുക്ക് വ്യക്തമാക്കി തന്നത്. സാഹോദര്യം നിലനിർത്തണമെന്നും ഒരുപാട് മതങ്ങളുള്ള, ഒരുപാട് ഭാഷകളുള്ള ഈ രാജ്യത്ത് സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. فالمنهج في حياتنا كمسلمين هو التعاون مع غيرنا، الأخوة الإسلامية بيننا والتعاون مع غيرنا على الحق. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. الأصل في العلاقة بين المسلمين وغيرهم هي التعارف، وهذا التعارف يقتضي أن يتعاونوا على الحق ويتعاونوا في الخير ويتعاونوا في خدمة أوطانهم، لا أن يحاربوا غيرهم فقط لأنهم ليسوا مسلمين. ഇസ്ലാം പരസ്പരം അറിയാനും ബന്ധപ്പെടാനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വസീഖ, ഈ രേഖ നമ്മളുടെ സൗഹൃദ ബന്ധമുണ്ടാക്കുന്നതിനു വേണ്ടി, എല്ലാ വിഭാഗം ആളുകളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി നമ്മോട് സൂചിപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. അതിന്റെ ഉടമകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ ഈ രാജ്യത്തുള്ള മഹാന്മാരായ ആളുകളാണ്. اليوم أيها الإخوة الكرام، ربما ليس هنا في الهند ولكن في بلاد المسلمين، في أماكن كثيرة من بلاد المسلمين وحتى في بعض بلدان غير المسلمين تظهر ظاهرة العنف والتشدد والتطرف والإرهاب، وللأسف أن هذا ينسب إلى الإسلام، حتى أصبح أي مسلم يتهم بأنه إرهابي أو أنه مخالف أو أنه مجرم. തീവ്രവാദം, ഭീകരവാദം, അതുപോലെ മോശമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിലേക്കാണ് ഇന്ന് മുസ്ലിങ്ങളെ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ആ കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കും. إن هذا الأمر يرجع في سبب حقيقي له، وهو أن هؤلاء الناس لم يعرفوا الإسلام معرفة حقيقية، لم يقرأوا الإسلام من الكتاب والسنة بفهم صحيح، وإنما فهموه فهما خاطئا. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്നത്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ മറ്റ് രേഖകളിൽ നിന്നോ മനസ്സിലാക്കിയതല്ല, വേറെ ഏതെങ്കിലും നിലയുള്ള താൽപര്യത്തിനു വേണ്ടി അതിനെ തുടരുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾക്ക് അവരുമായി ബന്ധമില്ല, അവർ ഇസ്ലാമുമായി ബന്ധപ്പെട്ടവരുമല്ല. ولذلك فإن من المهم للشباب، وأقول للشباب، أن يفهموا الإسلام فهما صحيحا، وأن يأخذوه من مصادره الموثوقة، وأن يأخذوه من العلماء الذين يعرفون بجدهم وبعلمهم وبأخلاقهم وبمكانتهم العلمية، لا أن يأخذوه فقط من الجرائد أو من وسائل التواصل أو من الإنترنت أو غيرها. യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പ്രധാനമായും ഇസ്ലാമിനെ അവർ മനസ്സിലാക്കേണ്ടത് അതിന്റെ അടിസ്ഥാനപരമായ രേഖകളിൽ നിന്ന്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. ഏതെങ്കിലും പത്രങ്ങളിൽ നിന്നോ ഏതെങ്കിലും ആളുകളുടെ പ്രസംഗത്തിൽ നിന്നോ ഏതെങ്കിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നോ അല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. ഒറിജിനൽ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, നബിചര്യയിൽ നിന്ന്. ആ വഴിക്ക് നമ്മുടെ യുവാക്കൾ നീങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ യുവാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. والحمدلله مثل هذه الجامعة النورية العربية بما تقدمه من مناهج وتقدمه من فهم صحيح للكتاب والسنة وتقدمه من فهم صحيح لأحكام الإسلام دون غلو أو دون تشدد أو دون تطرف، تعتبر نموذجا جيدا لتعليم الإسلام. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മാതൃകയായി നമ്മുടെ ഈ സ്ഥാപനം ജാമിയ നൂരിനെ ഞാൻ കാണുകയാണ്. യാതൊരു നിലയിലുള്ള ഭീകര പ്രവർത്തനമോ തീവ്രവാദമോ മോശമായ നിലയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നുമില്ലാതെ
നേരായ നിരക്ക് പൂർവികന്മാരായ ആളുകളിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഞാൻ ഇതിനെ കാണുന്നു. പുണ്യമായ ജാമിയ നൂരിയെ. اسمحوا لي أن أضرب هذا المثل الذي رأيته في الإنترنت. فيلم قصير، رجل مسيحي مع زوجته يركبون سيارة ويمرون في طريق مهجور موحش ليس فيه أحد، فتقول له زوجته: ارجع بنا من هذا الطريق حتى لا يأتينا المتطرفين المسلمين فيقتلوننا. فقال لها: لن يأتينا أحد، دعينا نمضي في هذا الطريق. ഒരു ചെറുവഴിയിൽ കൂടി നടന്നു പോകുന്ന ഒരു ഭാര്യയും ഭർത്താവും, അൽ മസീഹി ഒരു ക്രിസ്ത്യാനിയായ ആൾ തന്റെ ഭാര്യയോടുകൂടി നടന്നു പോകുമ്പോൾ ആളുകളാരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്തിൽ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നമ്മൾക്ക് വിജനമായ സ്ഥലത്ത് കൂടി നടന്നു പോകാൻ പ്രയാസം, അതുകൊണ്ട് മടങ്ങിപ്പോകണം. ഏതെങ്കിലും തീവ്രവാദികളായ ആളുകൾ നമ്മെ അറ്റാക്ക് ചെയ്തേക്കാം. وأثناء الطريق خرج لهم 3 من الأشخاص، طبعا هذا تمثيل لكنه معبر. خرج لهم 3 من الأشخاص وقال لهم: انزلوا، وبيدهم السلاح. قالوا لهم: انزلوا نريد أن نقتلكم. فقال لهم هذا الرجل المسيحي: أنا مسلم، اتركوني أنا مسلم. ആ സന്ദർഭത്തിൽ 3 ആളുകളെ അവർക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇവരെ വധിക്കാൻ വേണ്ടി വന്നവരാണവർ. ആ സന്ദർഭത്തിൽ ഈ സഹോദരൻ, ക്രിസ്ത്യാനിയായ സഹോദരൻ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, അന മുസ്ലിം. فقال له هؤلاء ال3 المتشددين أو كما يصفهم، قال له: إذا كنت مسلم فاقرأ شيئا من القرآن. فقرأ لهم شيئا من الإنجيل وليس من القرآن. فقال له: صحيح أنت مسلم، اذهب. ആ സന്ദർഭത്തിൽ ഇവർ പറഞ്ഞു, നീ മുസ്ലിമാണ് എന്നതിന്റെ തെളിവ് നീ കാണിക്കണം. അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കുറച്ച് ആയത്തുകൾ നീ ഓതിക്കേൾപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ അവൻ അവർക്ക് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് പകരം ഇഞ്ചിയിൽ നിന്നുള്ള ചില പദങ്ങളാണ് വായിച്ചു കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു, ശരി, നീ മുസ്ലിമാണ്, നീ പോ, നീ സ്വതന്ത്രൻ. وعندما ذهبوا قالت له زوجته: أنت لم تقرأ من القرآن وإنما قرأت من الإنجيل، فكيف صدقوا هؤلاء ولم يقتلوننا؟ فقال لها هذا الرجل: لو كانوا يعرفون القرآن لما قتلوا الناس. ആ ഭാര്യ ചോദിച്ചു അയാളോട്, അതായത് ക്രിസ്ത്യാനിനോട് ചോദിച്ചു, നിങ്ങൾ ഓതിക്കൊടുത്തത് ഖുർആനല്ലല്ലോ, നിങ്ങൾ ബൈബിളിൽ നിന്നുള്ള പദങ്ങളാണല്ലോ ഓതിക്കേൽപ്പിച്ചു കൊടുത്തത്, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളെ വിട്ടയച്ചത്? അപ്പൊ ഭർത്താവ് പറഞ്ഞു, അവർ ഖുർആൻ അറിയാത്തവരാണ്, ഖുർആൻ പഠിക്കാത്തവരാണ്, അതുകൊണ്ടാണ് അവർ ഭീകരവാദികൾ, തീവ്രവാദികളായത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഖുർആനാണ് നാം ഓതിയത് എന്ന നിലക്ക് നമ്മെ വിട്ടയച്ചത്. هذا نموذج أيها الإخوة الكرام أن الإنسان عندما يفهم الإسلام ويفهم القرآن فهما صحيحا فإنه لا يسلك هذا الطريق، طريق التشدد والعنف وتشويه الإسلام. പരിശുദ്ധമായ ഖുർആൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മതപരമായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ നിലക്കുള്ള ഭീകരമായ പ്രവർത്തനത്തിൽ അവർ ചെന്നുചേരുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. فالإسلام جاء رحمة للبشرية كلها، بل جاء رحمة حتى للحيوانات وحتى للحشرات. فقد نهى النبي صلى الله عليه وسلم أن يقتل أي شيء فيه روح إلا لأن يؤكل. പരിശുദ്ധമായ ഖുർആൻ എല്ലാ ആളുകളോടും സ്നേഹം കാണിക്കണം എന്നാ പഠിപ്പിച്ചത്. മനുഷ്യരോടും ജന്തുക്കളോടും ജീവികളോടും എല്ലാം തന്നെ. മുസ്ലിമായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഭീകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല, മോശമായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുന്നതുമല്ല. وبالمقابل يخبرنا النبي صلى الله عليه وسلم أن امرأة دخلت النار في هرة في قطة ربطتها، فلا هي التي أطعمتها ولا هي التي تركتها تأكل من خشاش الأرض، أي مما موجود في الأرض. ഈ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണ്, ആ പെണ്ണ് നരകത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹി സൂചിപ്പിക്കുന്നു. എന്താ പ്രശ്നം? ആ പെണ്ണ് അവളെ വശമുണ്ടായിരുന്ന ഒരു പൂച്ചനെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തില്ല. പ്രാണികളെ
ഭക്ഷണം കഴിക്കാനായി അതിനെ വിട്ടയച്ചതുമില്ല. അങ്ങനെയുള്ള ഈ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചു എന്നാ റസൂലുള്ള പറയുന്നത്. മനുഷ്യനായാലും ജന്തുക്കളായാലും മറ്റേത് സാധനങ്ങളാണെങ്കിലും അവരോടൊക്കെ കാരുണ്യം കാണിക്കണമെന്നും അവരോടൊക്കെ ഒരു പ്രത്യേകമായ ഒരു റഹ്മത്തും കാരുണ്യവും ഉണ്ടാവണമെന്നും റസൂൽ സൂചിപ്പിക്കുന്നു. فإذا كان هذا الدين يرحم البهائم ويرحم الحيوانات فكيف لا يرحم البشر؟ الرحمة هي جزء أساسي من حياة المسلم، يساعد الناس الضعفاء، يساعد الفقراء، يساعد غيرهم، وهو رحمة للبشرية حتى ولو كان بكلمة بسيطة، حتى لو دلهم على طريق الخير ففي ذلك رحمة لهم. ഏതൊരാളും ഈ നിലക്കുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരോട് മാത്രമല്ല ജന്തുക്കളോടും ജീവികളോടും എല്ലാവരോടും കാരുണ്യം കാണിക്കണമെന്നതിന്റെ സൂചന. ഈ ലോകത്തുള്ള പ്രശ്നകരമായ വിഷയങ്ങളിൽ ഇടപെട്ടു പോകരുതെന്നും നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണമെന്നും റസൂലുള്ള അറിയിച്ചിട്ടുണ്ട്. റഹ്മത്ത് എല്ലാവരോടും ചെയ്യണം, കാരുണ്യം എല്ലാവർക്കും നൽകണം എന്നതാണ് ഇസ്ലാം നൽകിയ നിർദ്ദേശം. بل جاء رحمة للبشرية. الإسلام يدعو إلى السلام ويدعو إلى التصالح بين الناس ويدعو إلى أن يتعاون الناس. يقول الله سبحانه وتعالى: يا أيها الذين آمنوا ادخلوا في السلم كافة، أي جميعا. فالمطلوب من المسلم أن يكون مسالما مع نفسه، مسالما مع أبويه، مسالما مع جيرانه، مع مواطنيه في البلد الواحد، مع جيرانه، مع كل الناس يجب أن يكون مسالما. മുസ്ലിമായ മനുഷ്യൻ തീർച്ചയായും അവൻ എല്ലാവരോടും ശാന്തി കാണിക്കണം, എല്ലാവരോടും സ്നേഹം കാണിക്കണം. അത് ജന്തുക്കളാണെങ്കിലും മറ്റ് മതത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും എല്ലാ ബശരീയത്തിനോടും എല്ലാ മനുഷ്യരോടും സ്നേഹം കാണിക്കണം എന്നാ കൽപ്പിച്ചത്. ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സമാധാനത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണമെന്ന ഖുർആന്റെ അധ്യായം നാം ഓർക്കുക. بل إن الإسلام، كلمة الإسلام في اللغة العربية تعني السلام، ونحن عندما نصافح أحد نلقى أحد نقول السلام عليكم، أي أننا نبادره بالسلام وبالمودة وبالمحبة. സലാം കൊണ്ടാണ് നാം കണ്ടാൽ സംസാരിക്കുന്നത്. ആ സലാം സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും രക്ഷ വേണം, സമാധാനം വേണം എന്ന മെസ്സേജാണ്. അതുകൊണ്ട് ഒരിക്കലും തീവ്രവാദം, ഭീകരവാദം അത് ഇസ്ലാമിൽ നിന്നുള്ളതല്ല, ഇസ്ലാമിന് അന്യമാണ്. النقطة الأخيرة التي أريد أن أتحدث فيها، ونحن في هذه الجامعة المباركة وأمامنا هؤلاء الشباب الخريجين من هذه الجامعة الذين نسأل الله سبحانه وتعالى أن يوفقهم في حياتهم وفي عملهم وفي علمهم وأن يزيدهم علما وأن يزيدهم فضلا. لا بد لنا أن نتحدث عن العلم. ഈ സന്ദർഭത്തിൽ നമ്മുടെ യുവാക്കളായ ബിരുദധാരികളായ ആളുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ സന്ദർഭം, അവരോട് ഇൽമിനെ സംബന്ധിച്ച് അല്പം സംസാരിക്കേണ്ടതുണ്ട്. വസ്തുതകൾ അങ്ങനെ അവർക്ക് നന്നായി മനസ്സിലാക്കാൻ. عندما نزلت أول آية في القرآن لم تقل صلي ولم تقل اعبد ولم تقل اعمل ولم تقل كل، وإنما قالت اقرأ، وذلك دليل على أهمية العلم وأهمية القراءة في حياة المسلم. فإذا قرأ وتعلم علم أنه مسلم على الحق. فاعلم أنه لا إله إلا الله. إيماننا قائم على العلم وليس على الجهل. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം അവരോട് ഭക്ഷണം കഴിക്കണമെന്നോ മറ്റേതെങ്കിലും പ്രവർത്തനം ചെയ്യണമെന്നോ ഒന്നുമല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ അവതരിപ്പിച്ച, ഖുർആനിൽ ഇറങ്ങിയ ആദ്യത്തെ ആയത്ത് ഇഖ്റ എന്നാണ്. വായിക്കണം, വായിക്കുക, പഠിക്കുക, അതുവഴി നേരായ മതം മനസ്സിലാക്കുക, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുക. وعندما نتحدث عن العلم لا نقصد به فقط العلم الشرعي. العلم الشرعي هو أشرف العلوم لأنه به نتعبد الله سبحانه وتعالى، لكن الناس يحتاجون إلى كافة العلوم، يحتاجون في الهندسة ويحتاجون في الطب ويحتاجون في التكنولوجيا ويحتاجون في كل مجالات العلوم. ഇൽമ് എന്ന് പറയുമ്പോൾ മതപരമായ അറിവ് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശറഈയ ഇൽമ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്, അതറിയൽ അത്യാവശ്യമാണ്. പക്ഷേ മനുഷ്യന് ആവശ്യമായ ടെക്നോളജി, എഞ്ചിനീയറിംഗ്, അതുപോലെ മറ്റെല്ലാ നിലയിലുള്ള വിജ്ഞാനത്തിന്റെ ശാഖകളുണ്ടോ അത് മുഴുവനും നാം അറിയേണ്ടതാണ്. മനുഷ്യ പുരോഗതിക്കും അവന്റെ ജീവിതത്തിനും അത് ആവശ്യമാണ്.
دخل الإمام الغزالي رحمه الله إلى قرية فوجد جميع من فيها مرضى، فقال لهم: أليس فيكم من يعالجكم، طبيب يعالجكم؟ قالوا: لا. قال: إذن من يعالجكم؟ قالوا: طبيب نصراني في بلد آخر يأتينا ولم يأتينا هذه المرة، ولذلك نحن جميعا مرضى. فقال: كلكم آثمون لأنكم لم تجعلوا بينكم طبيب. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ അവർ അൽ ഇമാമുൽ ഗസാലി നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നു കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു: നിങ്ങൾ എല്ലാവരും രോഗികൾ, നിങ്ങൾക്ക് ചികിത്സിക്കാനായി ആരുമില്ലേ? ഇല്ല. പിന്നെ ആരാണ് നിങ്ങളെ ചികിത്സിക്കാറുള്ളത്? ഞങ്ങളെ ഒരു അമുസ്ലിമായ ഒരു നസറാനിയാണ് ഞങ്ങളെ ചികിത്സിച്ചിരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ രോഗമായപ്പോൾ അദ്ദേഹം ഞങ്ങളിലേക്ക് വന്നതുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാം രോഗികളായി തീർന്നു. أيها الأخوة الكرام الذين تقدموا علينا سواء كانوا في أمريكا أو في الغرب أو في اليابان أو في الصين أو في أي مكان آخر، لم يتقدموا لأنهم أكثر تدينا منا أو أنهم أكثر أخلاقا منا، وإنما تقدموا علينا بالعلم، ونحن اليوم في حاجة إلى أن نأخذ بأسباب العلم حتى نتقدم. ഇന്ന് വൈജ്ഞാനികമായ നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും നാം നേടിയെടുക്കേണ്ടതാണ്. നമ്മിലേക്ക് വന്നു ചേരുന്ന ആൾ അവൻ അമേരിക്കയിൽ നിന്നോ ജാപ്പാനിൽ നിന്നോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നോ എവിടെ നിന്നാവട്ടെ, മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഈ നിലക്കുള്ള ടെക്നിക്കൽ വിദ്യാഭ്യാസവും വൈദ്യശാസ്ത്രവും അതുപോലെ മനുഷ്യനാവശ്യമായ എല്ലാ അറിവുകളും നേടിയെടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അവർ വന്നത് കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ ജാപ്പാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എവിടെ നിന്നോ ആവട്ടെ. لأنه بالعلم إذا تقدم الإنسان فإنه يساهم أو يساعد في تقدم عائلته، في تقدم أهله، في تقدم بلده، وكذلك يساهم في تقدم الناس وفي خير الناس، لأنه إذا صنع جهازا لعلاج مريض مثلا أو صنع جهازا لبناء شيء معين فإنه يساعد هؤلاء الناس. ഇത്തരത്തിലുള്ള ഒരാൾ വന്നു ചേർന്നാൽ അദ്ദേഹം നമുക്ക് ചികിത്സ നൽകും, നമുക്കാവശ്യമായ ഉപകാരങ്ങൾ ചെയ്തു തരും. ആ നിലക്കുള്ള വിദ്യാഭ്യാസം നേടൽ നമ്മുടെ മേൽ അനിവാര്യമായിട്ടുള്ളതാണ്. മതവിദ്യാഭ്യാസം മാത്രമല്ല, ഭൗതിക വിദ്യാഭ്യാസവും ടെക്നിക്കൽ വിദ്യാഭ്യാസവും. ولذلك أنا أدعو كل الشباب هنا بأن يواصلوا تعليمهم. بإمكان الإنسان أن لا يأكل 3 وجبات يوميا، يأكل وجبة واحدة ويتعلم بالباقي. بإمكانه أن يعمل ويتعلم بالباقي. من المهم جدا لنا كمسلمين أن نتميز في أخلاقنا وفي ديننا وكذلك في علمنا. ഭക്ഷണം 4 നേരം അതിലേറെയും കഴിക്കുന്നതിന് പകരം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് സാമ്പത്തികം അത് പഠനത്തിന് വേണ്ടിയാണ് നാം ഉപയോഗം. പട്ടിണി കടന്ന് പഠിക്കണമെന്ന് ചുരുക്കം. പട്ടിണി കടന്ന് പഠിക്കുക, ഭക്ഷണത്തിനും മറ്റുള്ള സൗകര്യങ്ങൾ അത് ഉപേക്ഷിക്കുക, അത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ മറ്റ് പുരോഗമന പ്രവർത്തനത്തിനുമായിക്കൊള്ളട്ടെ. في الختام يسرني أن أقدم تحية وشكر لكل إخواننا الهنود سواء كانوا هنا أو في دولة الإمارات العربية المتحدة. في الإمارات أكثر من 2 مليون من الهند، 2 مليون من الهنود، معظمهم من المسلمين، ونحن هناك الحمد لله عندنا حرية وعندنا تسامح، لا نفرق بين الناس إلا بمعاملتهم وبأخلاقهم وبحسن معاملتهم. ومن بين الهنود أكثر الهنود هم من هذه المناطق من المليبار. 2 മില്യണിലേറെ ആളുകൾ ഇന്ത്യക്കാരായി ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. എല്ലാവരോടും നല്ല സൗഹൃദത്തിലും നല്ല ബന്ധത്തിലുമാണ് ഞാൻ പെരുമാറുന്നത്. മുസ്ലിങ്ങളാണ് അതിൽ ഭൂരിഭാഗമെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ധാരാളമായുണ്ട്. എല്ലാവരോടും നല്ല നിലക്കുള്ള പെരുമാറ്റം, എല്ലാവരോടും നല്ല നിലയിലുള്ള സഹവർത്തിത്വം, അതാണ് ഞങ്ങൾ അവരുമായി ബന്ധപ്പെടുന്ന രീതി. وحقيقة الناس هناك سواء كانوا من أهل الإمارات أو من الآخرين يحبون أن يتعاملوا مع الهنود لعدة أسباب. أولا لصدقهم، فهم والحمد لله كما نعلمهم صادقون في معاملتهم، وهم كذلك مخلصون في عملهم، إذا عملوا يخلصون في عملهم. ثم هم كذلك مسالمون، يتعاملون مع الناس بالرفق وبالمسالمة، وهذه صفات حميدة تذكر لكم. ഇന്ത്യക്കാരായ ആളുകളുമായി പെരുമാറാണ് അറബികളായ ഞങ്ങളും അതവരല്ലാത്ത വേറെ പല ആളുകളും
അവരുമായി നല്ല നിലയിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒന്ന്, അവർ സിദ്ഖിന്റെ സത്യത്തിന്റെ ആളുകൾ, നല്ല നിലയിലുള്ള പെരുമാറ്റങ്ങൾ നല്ല നിലയിലാണ്, സത്യസന്ധമായുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം. അതുകൊണ്ട് അത്തരക്കാരായ ഇന്ത്യക്കാരായ 2 മില്യണിലേറെയുള്ള ആളുകളുമായി നല്ല നിലയിൽ പെരുമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റ് രാജ്യത്തുള്ളവരും അതുപോലെ. ولذلك ما شاء الله تجد الهنود في كل مكان في كل معمل تجدهم رجال الأعمال ما شاء الله. لدينا إخوة من رجال الأعمال، الأخ وهاب، الأخ يوسف علي، الأخ حسن أحمد، الأخ إبراهيم حاجي، كلهم حقيقة يحظون بالاحترام والتقدير. وكذلك بقية الهنود الذين يعملون في كافة المجالات، في الصناعة، في المحلات التجارية، في الشركات، كلهم والحمد لله مرحب بهم. എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ, യൂസുഫ് അലി സാഹിബിനെ പോലെ, ഇബ്രാഹിം ഹാജിയെ പോലെ, അതുപോലെ അബ്ദുൽ വഹാബ് പോലെ ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ജോലി നൽകുന്നതിൽ, ജോലി സമ്പാദിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഒക്കെ ഇവർ നന്നായി പ്രവർത്തിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. وليس فقط هم هناك، كذلك منذ القدم كان أهل الإمارات يأتون إلى هذه البلاد، ونحن عندما كنا صغار نعلم أن بعض الناس يأتون هنا يبنون السفن ويقال هذه سفينة جيدة لأنها مبنية في كاليكوت. ഇതുപോലെ ഞങ്ങൾ ചെറുപ്പപ്രായത്തിൽ ഇവിടെ നിന്നുള്ള ആളുകൾ വരുന്നതിന് പകരം അത്തരക്കാരായ ആളുകളുമായി ബന്ധപ്പെടാനും അതുപോലെ സഹകരിക്കാനും ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ വരുന്ന ഒരുപാട് കപ്പലുകൾ, ആ കപ്പലുകൾ മെച്ചപ്പെട്ട കപ്പലാണ് എന്നാണ് ഞങ്ങൾ കുട്ടി പ്രായത്ത് കേട്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ആ നല്ല കപ്പലാണ് എന്നതിന്റെ നിദാനം അത് കാലിക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കപ്പലാണ്. കാലിക്കറ്റുകാരുടെ, കോഴിക്കോട്ടുകാരുടെ കപ്പലായതുകൊണ്ട് അത് മെച്ചപ്പെട്ട കപ്പലാണ് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. في الختام مرة أخرى أشكر للجامعة النورية العربية، وأشكر لكم أيها الإخوة الكرام على حضوركم وعلى سماعكم وعلى صبركم. وأختم بالشكر مرة أخرى لفضيلة السيد حيدر علي شهاب، ولفضيلة السيد صادق علي شهاب، ولفضيلة مولانا الشيخ علي كوتي مسلياتي، وكل الحاضرين هنا، وأصحاب الفضيلة العلماء والمشايخ الذين شرفوني بأن حضروا هذه المحاضرة. അവസാനമായി നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടവരാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഹാജരായ എല്ലാ ജനങ്ങളോടും ശ്രോതാക്കളോടും, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബം, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബം, ബന്ധപ്പെട്ട അഹ്ലു ബൈത്തിന്റെ കുടുംബം, അതുപോലെ പണ്ഡിതന്മാരായ നമ്മുടെയൊക്കെ ആ കാര്യത്തിൽ അദ്ദേഹം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങളോടൊക്കെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്. فجزاكم الله خير الجزاء، وأسأل الله سبحانه وتعالى أن يحفظ هذه البلاد ويحفظ أهلها ويوفقكم جميعا ويسدد خطاكم. وأسأل الله سبحانه وتعالى لأبنائنا الخريجين بأن يفتح عليهم فتوح العارفين، وأن يجعلهم من العلماء البارزين، وأن يوفقهم في حياتهم وفي بيوتهم وفي علمهم، وأن يحفظكم جميعا. والسلام عليكم ورحمة الله وبركاته. അവസാനമായി നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സഹായം നൽകട്ടെ, സംരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് നൽകിയ വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അനുഗ്രഹീതമായ എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نقدم باقات الشكر للشيخ الفاضل الدكتور سعيد عبد الله حارث، جزاكم الله أحسن الجزاء. ലോക പ്രശസ്തനായ പണ്ഡിതന്റെ പ്രഫലിത ആളപ്രസായ പങ്കെടുത്ത ഷെയ്ഖുൽ ജാമിയക്കും ഹൃദ്യമായ നന്ദി. ഫാളിൽ ഫല്ലല സയ്യിദുൽ സാദ സുൽത്താനുൽ ഖാദ റബീഉൽ ഖൗമി മിഷ്കാത്തുൽ ഉമ്മ ബദ്റുൽ ഹിന്ദ് الرائد الديني والسياسي للهنود المسلمين رئيس الجامعة النورية العربية السيد حيدر الشهاب يلقي خطبته الرئيسية فليتفضل مشكورا. സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ഹിന്ദുവിനും നെഞ്ചിൽ കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനിക്കും 5 നേരം നമസ്കരിക്കുന്ന മുസൽമാനും ഒരുപോലെ സ്വീകാര്യനായ മതസൗഹാർദ്ദത്തിന്റെ മഹാനായ കാവൽക്കാരൻ, കേരള ജനതയുടെ സൗഭാഗ്യ താരകമായി കരുണാമയനായ അള്ളാഹു ഭൂമിയിൽ ഉദിപ്പിച്ച സുരയ്യ നക്ഷത്രം,
ഹിമാലയ പ്രശ്നങ്ങൾക്ക് ശുദ്ധമായ ആത്മീയത പുരട്ടിയ ചെറുപുഞ്ചിരി കൊണ്ട് പരിഹാരമേകുന്ന ഒരാൾക്കും സ്വാധീനിക്കാനാവാത്ത ജനകീയ കോടതി, കടലുണ്ടിപ്പുഴയിൽ മുത്തമിട്ട് പരന്നൊഴുകുന്ന ഇളങ്കാറ്റ് പോലും വാഴ്ത്തിപ്പാടുന്ന സൽഗുണ സമ്പന്നമായ കുടപ്പനക്കൽ തറവാട്ടിലെ സൗമ്യശീലനായ കാരണവർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷർ, ജാമിയ നൂറിയ അറബിയയുടെ ദക്ഷിണാശാലിയായ പ്രസിഡന്റ്, ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ നഗരിൽ രൂപപ്പെട്ട പാൽക്കടലിലെ വാക്കുകൾ കൊണ്ട് തഴുകിത്തലോടുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ടവരെ സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സമാധാന്യരായ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഉസ്താദ് പി മുഹമ്മദ് മുസ്ലിയാർ അവർ സ്വാഗത ഭാഷണം നിർവഹിച്ച ഉസ്താദ് അലി ശിഹാബ്, നമ്മുടെ മുഖ്യ അതിഥി ഉദ്ഘാടകർ ഡോക്ടർ സയ്യിദ് അബ്ദുള്ള ഹാരിബ് ദുബായ്, ഹോളി ഖുർആൻ അവാർഡ് വൈസ് ചെയർമാൻ, വിശിഷ്ട അതിഥികൾ മുഹമ്മദ് ഇൽഹാം റഹ്മത്തുള്ളാഹി സ്വാലിഹ് ഇന്തോനേഷ്യ, നമ്മുടെ ബഹുവിനരായ സുഹൃത്ത് ഷാബാൻ തുർക്കി അവர்கள், അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്ത് അബ്ദുള്ള തുർക്കി അവர்கள், മസ്കത്തിലെ സുന്നി സെന്റർ സാരഥി ഇസ്മായിൽ കുഞ്ഞു ഹാജി, ബഹുവന്യരായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, ഷെയ്ഖുൽ ജാമിയ, സമാദരണീയരായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MT അബ്ദുൽ മുസ്ലിയാർ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, CKM സാദിഖ് മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈസി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഇവിടെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സമസ്തയുടെ പ്രഗത്ഭരായ സാരഥി അനക്കര കോയക്കുട്ടി മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞതുപോലെ തന്നെ അല്പം അസുഖത്തിലാണ്. അതേപോലെ തന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ ബഹുവന്യരായ ചെറുശ്ശേരി സൈനുലമ സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹവും ആശുപത്രിയിലാണ് എന്ന് കുറച്ച് ദിവസങ്ങളോളമായി നാം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പാപ്പനശ്ശേരി PKP ഉസ്താദ്, അതുപോലെ നമ്മുടെ മറ്റ് പല ഉലമാക്കളും മറാക്കളുമെല്ലാം തന്നെ രോഗികളാണ്. അല്ലാഹു അവരുടെ എല്ലാം രോഗത്തെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ജാമിയ നൂരിയ ഇതിനെ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആഗോള തലത്തിൽ ഈ സ്ഥാപനം ഇന്ന് പ്രസിദ്ധപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.
ഈ ക്യാമ്പസ് പോലും ഇനി ഇവിടുത്തെ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്രയും ഒരു വലിയ ജനസമൂഹം ഇന്നിവിടെ ഒരു വലിയ പ്രചാരണമൊന്നും കൂടാതെ തന്നെ പതിവ് പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ വാർഷികത്തിന് ധാരാളം പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അത് നിലനിർത്തിത്തരുമാറാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഇതിന്റെ സന്തതികൾക്കും ഒന്നിച്ചുകൊണ്ട് കൂട്ടായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മഹത്തായ സ്ഥാപനം എത്രയോ പ്രഭാഷകന്മാരെയും അതുപോലെ തന്നെ എഴുത്തുകാരെയും ചരിത്രകാരന്മാരുമെല്ലാം തന്നെ സംഭാവന ചെയ്ത ഒരു വലിയ ചരിത്രമുള്ള വിജ്ഞാനത്തിന്റെ ഒരു ഗോപുരം കൂടിയാണ് ഈ സ്ഥാപനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ വന്ന് എഴുതുവാനും ഇവിടുത്തെ കയ്യെത്ത് മാസികയും അതേപോലെ തന്നെ അൽമനീർ പോലെയുള്ള ആ മാസികകളെല്ലാം തന്നെ അവരുടെ പേനാത്തുമ്പിൽ നിന്ന് നിർഗളിക്കുന്ന വശത്തുകൾ അങ്ങോട്ടെത്തിക്കൊണ്ട് അതേപോലെ തന്നെ എവിടെയെങ്കിലും ആരുടെ മുമ്പിലും നിന്നുകൊണ്ട് അല്പം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ കാലും കൈയുമെല്ലാം തന്നെ വിറച്ച് ഒന്നും പറയാത്ത അവസ്ഥയിൽ നിന്ന് ആരുടെ മുമ്പിലും നിവർന്നു നിന്നുകൊണ്ട് എല്ലാ ആശയങ്ങളും അവതരിപ്പിക്കുവാനുള്ള ഒരു കഴിവും ഇവിടുത്തെ സന്തതികൾക്ക് നേടിക്കൊടുത്തത് ഈ സ്ഥാപനവും ഇതിന്റെ ഉസ്താദുമാരും ഇവിടുത്തെ ഖുതുബഖാനയും അതേപോലെ തന്നെ മറ്റ് പരിശീലനങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിവിടെ ഈ സമൂഹത്തെ സംതരിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങുന്ന കറുത്ത കൂട്ടുകളുട്ട ഒരു പറ്റം യുവ പണ്ഡിതന്മാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് പുറത്തു പോയിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ നന്മ പ്രചരിപ്പിക്കുവാൻ സമൂഹത്തെ നന്മയിലേക്കും അതേപോലെ തന്നെ സന്മാർഗത്തിലേക്കും ഈ കാലഘട്ടത്തിൽ അവർ നയിക്കുവാനുള്ള എല്ലാ കേൾപ്പും അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ വിധത്തിലുള്ള ഇൽമുകളെ നാം പഠിപ്പിച്ചു കൊടുത്തു എന്ന വാക്യം മനുഷ്യൻ അറിവ് സമ്പാദിക്കേണ്ടവനാണ്. അറിവ് സമ്പാദിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉപകരണങ്ങളും മനുഷ്യന് അല്ലാഹു നൽകിക്കൊണ്ട് അവന് ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അഥവാ വിശേഷബുദ്ധി. ആ വിശേഷബുദ്ധിയിലൂടെ അവന് എത്ര വേണമെങ്കിലും പഠിക്കുവാൻ സാധിക്കും. അവൻ അറിവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ആ ബുദ്ധി തുരുമ്പ് പിടിക്കും. അതിനെ വികസിപ്പിക്കുന്നത്, അതിനെ മൂർച്ച കൂട്ടുന്നത് അറിവിലൂടെയാണ് എന്ന ആ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായാൽ നമുക്കിവിടെ ഒരിക്കലും തന്നെ അലസത നമ്മെ പിടിപ്പെടുകയില്ല. അലസതയിൽ നിന്ന് മനുഷ്യനെ പിറകോട്ട് കൊണ്ടുവരുന്നതും അതറിവാണ്. അതേപോലെ തന്നെ എല്ലാവിധ നീച നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന്
എല്ലാം തന്നെ മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നത് അറിവും ബുദ്ധിയുമാണ്. മനുഷ്യൻ സംസ്കാര സമ്പന്നനാക്കി തീർക്കും, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കും. മനുഷ്യൻ സ്വന്തം അയൽവാസിയോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, മറ്റ് പാവപ്പെട്ടവരോട്, മറ്റ് അയൽ രാജ്യങ്ങളോട്, മറ്റ് രാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാരോട് അവർക്കെന്തെങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം അവരോടൊപ്പം ദുഃഖിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പഠിപ്പിക്കുന്നത് അറിവുകളാണ്. ഒരു പ്രയാസം അനുഭവിക്കുന്ന അവൻ ഒരുപക്ഷെ ആ വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ അവൻ രക്ഷിക്കുവാനുള്ള മനസ്സ് അവന് ഉണ്ടാക്കി തീർക്കുന്നതും ബുദ്ധിയും അറിവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അറിവുകൊണ്ട് ലോകത്ത് സമാധാനവും എന്തും ഇവിടെ നേടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞ പോലെയുള്ള വലിയ ഒരു സമ്പത്താണ് അറിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ ഇവിടെ വരുമ്പോഴും ഇവിടെ കൂടുമ്പോഴും നമുക്ക് പഠിക്കുവാനും പകർത്തുവാനുമായി ധാരാളമുണ്ട് എന്ന കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പൂർവ്വസൂരികളായ സ്ഥാപക നേതാക്കളുടെ പ്രാർത്ഥനകൾക്കും സ്വപ്നങ്ങൾക്കും അനുസൃതമായി ജാമിയ നൂരിയ അറബിയ അതിന്റെ പ്രവർത്തന മേഖലകൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ എന്തെല്ലാമാണ് പഠിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ സ്ഥാപിച്ച പ്രഥമ പാഠശാലയായ അസ്ഹാബ് സുഫ അവരുടെ സരണിയിൽ സ്ഥാപിതമായതാണ് കേരളത്തിലും മറ്റും വളരെ പ്രചാരം നേടിയ പള്ളി ദർസുകൾ. ലോക പ്രശസ്തമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയും ബഗ്ദാദിലെ ജാമിയ നിസാമിയയും അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രമുഖ മതപഠന കേന്ദ്രങ്ങളെല്ലാം ഈ വഴിയിലൂടെ നാഴികക്കല്ലുകളായും മക്തൂമുകളുടെ കാലം മുതൽക്കാണ് കേരളത്തിൽ പള്ളി ദർസുകൾ കൂടുതൽ പ്രചാരം നേടിയത്. കേരളീയ മുസ്ലിങ്ങളുടെ നാനാത്മക പുരോഗതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പള്ളി ദർസുകളെയും ശരീഅത്ത് കോളേജുകളെയും പരസ്പരം കോർത്തിണക്കി ജാമിയ നൂരിയ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക മുന്നേറ്റം ഏറെ ശ്രദ്ധേയവും സമാനതകളില്ലാത്തതുമാണ്. 53 വർഷം പിന്നിട്ട ജാമിയ നൂരിയ ഇതിനകം 6323 പണ്ഡിത പ്രതിഭകളെയാണ് സമൂഹത്തിന് സമർപ്പിച്ചത്. ജാമിയ സന്തതികളായ ഫൈസിമാരുടെ പ്രവർത്തന മേഖല മതപ്രബോധന രംഗത്ത് മാത്രം പരിമിതമല്ല. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും ഉയർത്തിപ്പിടിക്കുന്നതിലും രാജ്യത്ത് മാനവ സൗഹാർദ്ദവും സാഹോദര്യവും പ്രചരിപ്പിക്കുന്നതിലും ഫൈസിമാരുടെ പങ്ക് അനിഷേധ്യമാണ്. രാജ്യം വളരെ ഭീഷണമായ സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രചാരണം ശക്തിപ്പെടുത്തുകയും വർഗീയ ധ്രുവീകരണത്തിനുള്ള കുൽസിത ശ്രമങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടതുമാണ്. കാരണം നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ശക്തമായ വർഗീയ ധ്രുവീകരണ സാധ്യതകൾ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതിനാൽ രാജ്യത്ത് സൗഹൃദ അന്തരീക്ഷം എന്നും നിലനിർത്തണമെന്നും രാജ്യം എല്ലാ അർത്ഥത്തിലും പുരോഗതി നേടണമെന്നും ആഗ്രഹിക്കുന്ന നല്ലവരായ ആളുകൾ പ്രകോപനങ്ങളിൽ വഞ്ചിതരായി സംയമനം കൈവെടിയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അന്തർദേശീയ രംഗത്തും വലിയ വെല്ലുവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച
അഭയാർത്ഥി പ്രശ്നങ്ങളും ഭീകരാക്രമങ്ങളും മറ്റു അതിക്രമങ്ങളുമെല്ലാം ഏറെ വേദനാജനകമാണ്. ഈ കെടുതികളുടെ എല്ലാം ഫലമായി പട്ടിണിയും പരിവട്ടവുമായി കോടിക്കണക്കിന് മനുഷ്യർ ജീവിതം തള്ളി നീക്കുന്നു. ചികിത്സ ലഭിക്കാതെ ധാരാളം ആളുകൾ ജീവച്ഛവമായി നരക തുല്യമായ ജീവിതം നയിക്കുകയോ മരിച്ചൊടുങ്ങുകയോ കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാത്രം കാര്യം നോക്കേണ്ടവരല്ല. അംഫുസക്കും വഹലിക്കും നാറ എന്നുള്ള വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നാം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലായിക്കൊണ്ട് അവരുടെ സഹായിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽ രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചും കൈകോർത്തും ഇത്തരം സുപ്രധാന വിഷയങ്ങളിൽ ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് ഇത്തരം സഹകരണങ്ങൾ വളരെ അനിവാര്യമാണ്, ആവശ്യമാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിലും പ്രാദേശിക മേഖലകളിലും ഇത്തരം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഫൈലിമാർ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ ചുമതലകൾ വളരെ വലുതാണ്. അനീതിക്കും അക്രമത്തിനുമെതിരെ നീതിയുടെ പക്ഷം ചേർന്ന് പീഡിതരെ സഹായിക്കുന്ന നിലപാടും പ്രവർത്തനവുമാണ് പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ജാമിയ നൂരിയയുടെ സ്ഥാപകരും ജാമിയയുടെ വളർച്ചയിൽ നിസ്വാർത്ഥ സേവനങ്ങൾ അർപ്പിച്ച നമ്മുടെ നേതാക്കളും നമുക്കെന്നും പ്രചോദനമാവേണ്ടതുണ്ട്. സയ്യിദ് മർഹൂം അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, വന്യരായ എന്റെ PMS പുക്കോയത്തങ്ങൾ നവറല്ലാഹു മർക്കദും, വന്യ ഗുരുനാഥന്മാരായ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, കൂട്ടുമര ഉസ്താദ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, KV ബാപ്പു ഹാജി തുടങ്ങിയ ജാമിയ നൂരിയയ്ക്ക് നേതൃത്വം കൊടുക്കുകയും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി വളരെയധികം ത്യാഗം യത്നിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തീരുമാറാകട്ടെ. സഹായിച്ചവരെ സഹായിക്കുമാറാകട്ടെ. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് മർഹമത്തും മാഫ്റത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തീരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി തീരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.